അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അല്പം ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ കാരണം എൻ്റെ ഉമ്മ കുറേ ദിവസം കൊണ്ട് കുടുംബ വീട് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിക്കുന്നത്. കുടുംബത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഉമ്മ കുറേ ദിവസം കൊണ്ട് അവിടെ പോകണമെന്ന് പറയട്ടെ. എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ടും ഉമ്മയുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഇപ്പോഴാണ് അതിനിപ്പോൾ സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ എൻ്റെ കുടുംബവും പരിസരവും ഞാൻ ജീവിച്ച ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇച്ചിരി ദൈർഘ്യമുള്ളതാണ്. ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത് അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു കൗതുകവും പുതുമയാണ്. പിന്നെ അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഫോട്ടോയാണ് കേട്ടോ. ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മായെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നതും നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരുപാട് തിരക്കുകളുള്ള ദിവസം കൂടിയാണ്. നമുക്ക് ലേഹ്യം ഉണ്ടാക്കണം, അതിൻ്റെ ഒപ്പം തന്നെ ഉമ്മായി ഒന്ന് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കോലരക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോലരക്ക് എന്ന് പറയുന്നത്. കണ്ടോ, കോലരക്ക് മൂന്ന് തരത്തിലുണ്ട് കേട്ടോ. 3 തരം എന്ന് പറയുമ്പോൾ കടുത്ത ചുവപ്പിലുള്ളതുണ്ട്, ഓറഞ്ചുണ്ട്, മഞ്ഞയുണ്ട്. ഈ 3 നിറങ്ങളിൽ നമുക്ക് കോലരക്ക് കിട്ടും. അപ്പോൾ കോലരക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. സൗന്ദര്യ സംരക്ഷണത്തിനായാലും അതുപോലെ തന്നെ നമ്മുടെ അസ്ഥികളുടെ ഒടിവുകൾ അത് ഒടിഞ്ഞാൽ വേഗത്തിൽ സുഖപ്പെടുത്താൻ, ബലം വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പ് മാറ്റി ചർമ്മത്തിന് തിളക്കവും നിറവും നൽകാൻ, രക്തം നല്ലതുപോലെ നമുക്ക് നല്ല രക്തപ്രസാദം ഉണ്ടാകാൻ, അതായത് രക്തോൽപാദനം വർദ്ധിപ്പിക്കാൻ, പിന്നെ നമ്മുടെ വയറ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ദഹന പ്രശ്നങ്ങൾക്ക്, മുറിവുകൾക്കൊക്കെ മരുന്നായിട്ട് പണ്ടുകാലം മുതലേ കോലരക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കോലരക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു പശയാണ് കേട്ടോ. ഈ പശ അതായത് നമ്മുടെ ലാക്കിഫർ എന്ന ഷഡ്പദത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പശ പിന്നെ പണ്ട് കാലം മുതൽക്കേ ഉപയോഗിക്കുന്നതാണ്. അത് തടി, ലോഹം എന്നിവയ്ക്ക് തിളക്കം നൽകാനും ചായങ്ങൾ നിർമ്മിക്കാനും ഒക്കെയാണ് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദഹനക്കേട്, മലബന്ധം, വയറുവീർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, അതായത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ, വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ, ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കാൻ കോലരക്കിൻ്റെ പൊടി തേനിൽ ചാലിച്ച് അങ്ങോട്ട് ഫേസ് പാക്കാക്കി ഇട്ടാൽ മതി. അപ്പോൾ അത് നമ്മൾ കിഴി കെട്ടി തിളപ്പിച്ചു. അതിൻ്റെ വെള്ളമാണേ. നമ്മൾ കോലരക്ക് കിഴി കെട്ടി തിളപ്പിച്ച് എടുക്കുന്നതാണ്. മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന കോലരക്ക് നല്ല കളറ് ചില സമയത്തേ കാണത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ കിട്ടുന്ന കോലരക്കിന് ഗുണം കാണും, പക്ഷേ കളർ ഇത്രമാത്രം കാണത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോലരക്ക് കിഴി കെട്ടി തിളപ്പിച്ച് അരിച്ചെടുത്തതാണേ. നമ്മുടെ കോലരക്കിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ട കറക്റ്റ് നമ്മുടെ ബ്ലഡിൻ്റെ കളറല്ലേ. ഇത് ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണേ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവിനെ കൂട്ടാൻ, HBയുടെ അളവ് കൂട്ടാനാണ് നമ്മൾ കോലരക്കിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. കോലരക്ക് ഒരു കറയാണ്. നമ്മൾ ആ കറ അത് പീസായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കിഴി കെട്ടി തിളപ്പിച്ച് അരിച്ചാണ് നമ്മളിതിനെടുക്കുന്നത്. കണ്ട ഇതിൻ്റെ കളറൊന്ന് നോക്കിക്കേ. കണ്ട ശുദ്ധമായ കോലരക്ക് ആയുർവേദ മരുന്നുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, അത് ഈ ചുമപ്പ് ഉപയോഗിക്കരുത്. മഞ്ഞയുണ്ട്, മഞ്ഞ കളറിലെ കോലരക്കേ നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുള്ളൂ. നമ്മളുടെ മുഖത്തിലുള്ള ഒരുമാതിരി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് കോലരക്ക്. നമുക്ക് ഓരോരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊടികളൊക്കെ അടഞ്ഞു വെക്കണം, കോലരക്ക് തിളപ്പിച്ച വെള്ളം അരിച്ച് മാറ്റി റെഡിയാക്കണം, നമ്മുടെ കരിപ്പട്ടി എല്ലാം അതിൻ്റെ അഴുക്കും പിന്നെ വേസ്റ്റും ഒക്കെ കളഞ്ഞ് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. വെട്ടുമരുന്നുകൾ ഇടിച്ച് പിഴിഞ്ഞ നീര് അതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുപ്പിച്ച് കൂട്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും മരുന്ന് കൂട്ടുകൾ നമ്മൾ റെഡിയാക്കുന്നത്. പ്രാവശ്യത്തെ കോലരക്ക് സൂപ്പർ സ്റ്റാറാണ് കാണിക്കാം. പിന്നെ വേണ്ട നമ്മുടെ കരിപ്പട്ടി ഉണ്ടോ, പാനിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുക. 2 അണ്ടാവ് നിറച്ച്. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ഈ പാത്രത്തിലോട്ട് നമ്മൾ കോരി മാറ്റി റെഡിയാക്കാൻ പോവാണ്. അതിൻ്റെ ആ പാട കംപ്ലീറ്റ് കോരി മാറ്റിയിട്ട് ഒരെണ്ണത്തിൽ തീർത്തിട്ടേ അടുത്തതിലെടുക്കത്തുള്ളൂ. എല്ലാ പ്രാവശ്യം എന്താണ് ഇങ്ങനെ വരുവേ, നമുക്ക് പാളിയായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. കണ്ടോ, പാടയായിട്ടല്ല, നല്ല പാളി കുത്തുകട്ട പോലെ വരുന്നത് കണ്ടോ. ചിപ്സൊക്കെ എടുക്കുന്ന പോലെ എടുക്കാം. എന്താ ഇതാ എളുപ്പം നമുക്ക്. മറ്റേ ആ പാടയായിട്ട് വരുന്നതിനേക്കാളുവേ നല്ല ചൂടോടെ നേരത്തെ ആയിരുന്നു. ഇന്നലെ നമ്മളൊരു 3 മണി ആയപ്പോഴേ, ഉച്ചയ്ക്കൊരു 3 മണിയൊക്കെ ആയപ്പോഴേ ഇതെല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് നന്നായിട്ട് തണുത്ത്. അപ്പോൾ നല്ല
കട്ടിക്കായി പാട കണ്ടോ. ഇത് ബിസ്ക്കറ്റ് പോലെ എടുക്കുക കണ്ടോ. ഇതാ ബിസ്ക്കറ്റ് കട്ട പോലെ. നമ്മൾ വിചാരിക്കും എളുപ്പമാണ്, എന്ത് വില കേൾക്കുമ്പോൾ അയ്യോ ഇത്രയോ. അതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി മരുന്നുകളും നല്ല ഒന്നാം തരം കരിപ്പട്ടിയും ഒക്കെ ചേർത്ത് ഇത്രയും മരുന്നുകളും ചേർത്ത് കഷ്ടപ്പാടിൻ്റെ മൂർധന്യത്തിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളൊരു അസുഖം വന്ന് ഒരു ഡോക്ടറെ കാണാൻ പോയി, കൺസൾട്ടിങ് ഫീസും കൊടുത്ത് അവർ പറയുന്ന ടെസ്റ്റുകൾ മുഴുവനും നടത്തി നമ്മുടെ പോക്കറ്റ് കാലിയായാണ് തിരിച്ചു വരുന്നത്. പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന്. കാരണം നേരത്തെ തിളപ്പിച്ചിട്ടത് കൊണ്ട്, പാട നന്നായിട്ട് കട്ടിയായി. അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. കണ്ടോ ഇത്രയും കിട്ടി. കണ്ടതാ ഇതാ ബിസ്ക്കറ്റ് പീസ് പോലെ അടത്തി എടുക്കാൻ. ഇതിനി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് അത് അരിച്ചെടുക്കണം. ഇതും അത് തന്നെയാണേ. കണ്ടതേ ആ നേരത്തെ ഇട്ടാലുള്ള ഗുണം ഇതാണ്. ദേ പോയി കണ്ട, അടിപൊളി. കണ്ട പീസായിട്ട് നമുക്ക് കിട്ടും. കണ്ട ഇത് കണ്ട കൊള്ളാല്ലേ. ബിസ്ക്കറ്റ് പീസ് പോലെ. ബാക്കിയെല്ലാം ഇങ്ങനെ കോരിയെടുക്കട്ടെ. നമ്മുടെ മൊത്തം ആൾക്കാരും അച്ചായനും രായനും ഉമ്മക്കുട്ടിയും എല്ലാം കൊണ്ടുപോകല്ലേ ഈ തൊണ്ട്. രാവിലെ നമ്മുടെ ഉമ്മമോള് വന്നിട്ട് ജോലിയാ കണ്ട. തൊണ്ടടിച്ചോണ്ട് പോവാ കള്ളി. അയ്യോ, മറ്റത് അച്ചായനോ ഓരോ പ്രാവശ്യം വരുമ്പോഴും രണ്ടു ഇല്ലയോ എല്ലാം ഓരോ ഇത് കഴിയുമ്പോഴും എടുത്തോണ്ട് പോകും. ഇവിടെ എന്തെടുക്കാന്. അപ്പോൾ അതാ നമ്മൾ കരിപ്പെട്ടിയെല്ലാം അരിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മുടെ കോലരക്കിൻ്റെ വെള്ളം ബാക്കി കലത്തിൽ കുറേ ഇരിപ്പുണ്ടല്ലോ, അതെല്ലാം ഒന്ന് പകർന്ന് പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും നോമ്പായിട്ട് കഴിക്കാം. നോമ്പായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊടികളും കൂട്ടുകളും എല്ലാം കലക്കി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മയും ഞാനും മാമി വന്നിട്ടുണ്ട്, ഉമ്മയുടെ ആങ്ങളയുടെ വൈഫ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ്. പറ്റത്തില്ല അങ്ങനെ അത്രയും ദൂരത്തിൽ പറ്റത്തില്ല. അല്ലെ ഉമ്മ ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീങ്ങടി. നിന്റെ കസേര സ്റ്റൂളിച്ചിരി നീക്കിയിടും. എന്താ ആരാന്ന് നോക്ക്. രാവിലെ താരം എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, കാണുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അവിടെ ചെല്ലക്കിളി രാവിലെ ഇച്ചിരി താമസിച്ചു പോയി. കാര്യമൊക്കെ പറഞ്ഞ് കടത്തി. നമ്മൾ 3-4 മണിക്കൂർ കൊണ്ട് ലേഹ്യ കൂട്ടാക്കി ഉരുളിക്കകത്ത് കോരിയെടുക്കുന്ന അതുപോലെ തന്നെ കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ് ഇത് മൊത്തത്തിൽ കലക്കി കട്ട കെട്ടാതെ എടുക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ സമയത്തും ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചേരുമ്പടി ചേർത്ത് അങ്ങോട്ട് പോവുകയാണേ.
ഇടിച്ച് പിഴിഞ്ഞ നീരുകൾ, ശതാവേലിക്കിഴങ്ങ്, അങ്ങനെ വേറെ ഒത്തിരി മരുന്ന് കൂട്ടുകൾ നിങ്ങൾ ഈ കാണുന്നത് കൂടാതെ നമ്മുടെ ഓരോന്നിനും രഹസ്യക്കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാടെ വാപ്പ വല്യാപ്പിച്ച കാണിച്ചു തന്നിട്ടുള്ള പല മരുന്ന് കൂട്ടുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ മരുന്ന് കൂട്ടായി മാറുന്നത്. നമ്മുടെ അടുത്ത കൂട്ടിൻ്റെ സംഭവങ്ങളെല്ലാം എന്താ റെഡിയായി. അടുപ്പ് റെഡി. എന്താ ഉരുളി റെഡി, വാർപ്പ് റെഡി. ഓ എനിക്ക് വയ്യാതാണ്ട വരുവാ വരുവാ വരുവാ. രാവിലെ പാവത്തിനെ മോഷണത്തിന് കയറ്റിയത്. താഴെ പോയോ? ഇല്ല. കറിയപ്പ ഇങ്ങോട്ട് എങ്ങനെ ഇറങ്ങും? പിന്നെ അതൊക്കെ ഇറങ്ങണേ, അതൊക്കെ ഇറങ്ങ്. ഒറ്റയ്ക്ക് പറ്റത്തില്ല, അവിടെ നിന്ന് ഞാൻ വരാം. രാവിലെ ഇഡലി തകർത്തങ്ങ് പുഴുങ്ങുക. കട്ടൻ ചായ. സാമ്പാർ സാമ്പാർ തരാമ്മ, നല്ല സാമ്പാറാ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ നോമ്പായിട്ട് ഈ മരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും കഴിക്കാം. നോമ്പും മരുന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മരുന്ന് യാതൊരുവിധ പഥ്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും ഏത് കാലാവസ്ഥയിലും എങ്ങനെയായാലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നോമ്പ് മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് കഴിക്കുക. അച്ചായനും ചായനും പാവം നിങ്ങൾ വല്ലതും കഴിക്കുക. ചാരാ സാധാരണ പോയി പറിക്കാറ്. ഞാൻ പിള്ളേർ പറഞ്ഞ് വയസ്സാം കാലത്ത് കാലൊടിഞ്ഞ് എവിടെയെങ്കിലും കിടന്നാലുണ്ടല്ലോ രാവിലെ താലപ്പൊലിയായിട്ട് ഒരുത്തി വരുന്നുണ്ട്. ഇഡ്ഡലി ദൊഡ്ഡലി പാത്രം ഉമേ ഇതും കഴുകടിയൊന്നും. ഇഡലിയ സാമ്പാർ. എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി അവർ രണ്ടുപേരും ഫുഡും കൂടെ കഴിച്ചേച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പിലേക്ക് വെക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓരോരോ ബാച്ചുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണേ. ഒഴിച്ചോ, കുഴപ്പമില്ല. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുപ്പിൽ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 12:30 1 മണിയാകുമ്പോഴത്തേക്ക് തീരും. അവിടെ ചരിച്ചു വെക്കാം ചവന്നേരം. എള്ളാട്ടി എണ്ണയാണ് ഈ ഒഴിക്കുന്നത്. ഇതിനൊക്കെ കണക്കുണ്ട്. 1 കിലോയ്ക്ക് ഇത്ര എന്നുണ്ട്. ഇത് 100 കിലോയ്ക്കുള്ളതാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. നമ്മുടെ രായം കങ്കാണി വേണ്ട കേക്കിന് ഡിസൈൻ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ട ആരോരവിടെ നോക്കുന്നത്. അയ്യ കണ്ട അതെ, കഥകളിക്കാരുടെ മുഖമാണ് ഇപ്പൊ ഞങ്ങളെ നോക്കിയാൽ ഓരോരുത്തരുടെയും. അയ്യ ഒഴിക്കട്ടെ.
ഇപ്പം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം മൊത്തം ഈ കാണുന്ന ആ ബബിൾസ് പോലോ കാണുന്നില്ല, അത് കംപ്ലീറ്റ് ഇതിലുള്ള ജലാംശമാണ്. അത് കംപ്ലീറ്റും വറ്റി നല്ല പാകത്തിനായിട്ട് മാത്രമേ നമ്മൾ ഇതിൽ നിന്നും കോരത്തുള്ളൂ. ഒരല്പം മുറുകിപ്പോയാൽ ഇതൊന്നിനും കൊള്ളില്ല, അല്പം ലൂസായിപ്പോയാൽ പെട്ടെന്ന് കേടായി പോകും. കലാശക്കൊട്ട് കേട്ടിട്ടില്ലേ? ഏതാണ്ടതാ ഭയങ്കര ഉഷാറില്ല, രാജങ്കം കാണി പിന്നല്ല. അപ്പം നമ്മുടെ ലേഹ്യം കോരാനൊക്കെ ആയി വരുന്നു. ഇച്ചിരി കൂടെ ഉണ്ട്, ശകലം കൂടെ വരണം. ഒന്ന് ശകലം ഒന്ന് കോരി, ഇല്ല ഒരല്പം കൂടി വരണേ, ചൂട് മതി. കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കോരാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും വെച്ചു, രണ്ട് സൈഡിൽ കൂടി ഇരുന്നല്ലേ കോരുന്നത്. അപ്പോൾ അതാ കുറച്ച് ചരുവങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചു, ബാക്കി ഇതുകൊണ്ടൊരു അവിടെ എടുത്തു വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ ഉമക്കുട്ടി ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വെള്ളം ഇപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ അങ്ങനെ തീ അങ്ങനെ എടുത്ത് എരിച്ച് റെഡിയാക്ക്. മീൻ മുളക് അരപ്പ് പുരട്ടുക പൊരിക്കാനുള്ളത്. അയല നല്ല മാങ്ങ ഇട്ട് നല്ല മുളക് കറി വെച്ചിട്ടുണ്ട്. പിന്നെ മോനെ ഇത് തീ കുറച്ച് നമ്മുടെ ഒരു തുള്ളി വെള്ളം. ഈ പയർ ഇച്ചിരി ഫ്രിഡ്ജിലിരുന്ന് ശകലം മീനെല്ലാം അരപ്പ് പുരട്ടി അങ്ങോട്ട് വെച്ച് അയല കോരാനായി വരുന്നുണ്ടേ. അച്ഛാ ഒരു അല്പം ഒന്ന് കോരി ഇങ്ങനെ ഒന്ന് നോക്കിക്കേ. മറിഞ്ഞ് വീഴാൻ തുടങ്ങിയില്ലേ? നമ്മുടെ ഇറക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പാകമായി, സൈഡൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറക്കാറായി അല്ലേ? പൈപ്പ് അങ്ങോട്ട് കയറ്റിക്കും. നമ്മൾ ഇരുമ്പ് പൈപ്പ് അതിൻ്റെ അകത്തേക്ക് കാതിൻ്റെ അവിടോട്ട് അങ്ങോട്ട് എന്നിട്ടാണ് ഇത് പിടിച്ചിറക്കാൻ പോകുന്നത്. രണ്ട് സൈഡിലും ഈ ഇരുമ്പ് പൈപ്പാണ് ഇത്. ഈ പൈപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഇതാണ്ടതാ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാണ് ഇത് ഇറക്കുന്നത്. ഇപ്പുറത്തും ഇപ്പം എന്താ അടുത്ത ഇതിൻ്റെ അകത്തോട്ട്. ഉമമോളെ വേണ്ട അല്ലേ? വേണ്ട രണ്ടുപേരും വീതം അപ്പുറം ഇപ്പുറം നിന്ന് ഇപ്പം പിടിച്ച് ഞാൻ ഇറക്കും. അതിങ്ങോട്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞ് പൈപ്പ് ഇടുക കുട്ടി. ഓക്കെ അതാ നമ്മള് ഓക്കെ കറക്റ്റാ. അമ്മച്ചിയാ നാല് പശു വളക്കണേ. ഇനി പാത്രത്തിലിരുന്നൊരു പാത്രഭാഗമുണ്ട്. നമ്മൾ കുറേ സമയം ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് തണുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവിവെള്ളം പോലും വീഴാതെയാണ് നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നത് തന്നെ. അപ്പോൾ
ഇതിലിരുന്ന് ഈ പാത്രങ്ങളിലിരുന്ന് ഇനി ഒന്ന് മുറുകി നല്ല പാകത്തിനായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരല്പം ലൂസായി പോയാൽ ഇത് പെട്ടെന്ന് കേടായി പോകും. നമ്മൾ കുറച്ചും കൂടി ഒന്ന് മുറുകിപ്പോയാൽ ഇത് പിന്നെ കള്ളനെ പോലും എറിഞ്ഞു കൊല്ലാൻ പറ്റും. അതുമാതിരിയാണ്. അത് സാരമില്ല, കുഴപ്പമില്ല. അന്നേരം ഇതിലുള്ളതും കൂടെ അങ്ങ് പഠിച്ച് ഈ പാത്രത്തിൽ. അല്ലാ, കരിപ്പട്ടിയുടെ ആ പിന്നെ ഇതുണ്ടല്ലോ, അത് നൂർത്തി ഇവിടെ എല്ലാം വിരിച്ചിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പം അതിങ്ങോട്ട് കൊണ്ടുവന്ന്, അയ്യോ എൻ്റെ അമ്മച്ചിയാ, ഇവിടെ ഉപപോൾ ആ സമയത്തിന് ഇതാണ്ട കലാപരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ആ പടി തട്ടരുത്, അവിടെ ഒരു പടിയുണ്ട്. അച്ചായനും രായനും ഒക്കെ ഫുഡും കൊടുത്തിട്ട് ഞങ്ങൾ ഉമ്മായും കൊണ്ട് കുടുംബ വീട്ടിലേക്ക് പോവാണ്. തൊട്ടപ്പുറത്താണ് കേട്ടോ, അങ്ങോട്ട് പോവുകയാണേ. സ്വന്തം വസതിയിലേക്കുള്ള യാത്രയാണ്. എവിടെ കയറണം അമ്മ? എന്നാ അങ്ങോട്ട് കയറിക്കോ. അവിടെ ആ വാതല്, പക്ഷേ പുള്ളിക്കാരത്തേക്ക് എളുപ്പം അങ്ങോട്ട് കയറാൻ വേണ്ടി അപ്പുറത്തോട്ട് കയറിയാൽ മതി. ഇതേ നമ്മുടെ വീടിൻ്റെ. ഇന്ന് ധൈര്യമായിട്ട് നിൽക്കാം, ഇടിച്ചിട്ടേച്ച് പോയാൽ അപ്പോഴേ പിടിച്ചോണ്ട് പോവും. ഉമ്മക്കുട്ടിയുണ്ട്, നമ്മുടെ മാമിയുണ്ട്, ഉമ്മയുടെ ആങ്ങളയുടെ വൈഫാണേ. ഇവിടെ കടയുടെ പണി ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പുറത്ത് കൊണ്ടൊരു മുറി കട, അതുകൊണ്ട് അതിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടാണിത്. ഇതാ കരിനൊച്ചി കണ്ട, കരിനൊച്ചി, അമ്പഴം എല്ലാം ഉണ്ട്. നിറയെ പൂക്കള്. അയ്യോ, ഇതിൻ്റെ മണ്ട അങ്ങ് വെട്ടിയില്ലയോ? ആ മുല്ലക്കകത്ത് പൂവൊക്കെ ഉണ്ട്. കണ്ട മുല്ലപ്പൂവ്. ഞങ്ങളുടെ വീടാ, എൻ്റെ വാപ്പിച്ചായിരിക്കുന്ന സ്ഥലമായത്. എൻ്റെ പൊന്നാര വാപ്പ ഏത് സമയത്തിൻ്റെ ഇവിടെ ആ ചൂരൽ കസേര ഇവിടെ, അതിൻ്റെ അകത്തൊരു കുഷ്യന് വിട്ടിട്ട് ഇതിലായിരിക്കുന്നത്. കയറും അങ്ങോട്ട്. കഷ്ടം. ഞങ്ങളുടെ വീടിൻ്റെ കാർ പോർച്ച് ഇത്. ഇപ്പം ഫ്രണ്ടിൽ 2 മുറി കട വന്നിട്ടുണ്ട്. കണ്ട, ഫ്രണ്ടിലായിട്ട് 2 മുറി കട വന്നിട്ടുണ്ട്. റംബുട്ടാനും പേരയും മോമയും എൻ്റെ ഉമ്മ എല്ലാം കൃഷി ചെയ്യുമായിരുന്നു ഈ പുരയിടത്തിൽ. എൻ്റെ ഉമ്മ ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യാത്ത ഒരു സാധനങ്ങളും ഇല്ല. എല്ലാവരും വേറെ വേറെ വീട് വെച്ച് മാറിയപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആണ് ഞങ്ങളുടെ ഹാളാണ്. കയറിക്കോ മാമി, കയറിക്കോ മാമി. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്. എൻ്റെ പൊന്നാര വാപ്പ ഈ കസേര, ഈ ചൂരൽ കസേരയ്ക്കകത്തൊരു കണ്ട, ഇവിടെയാണ് എപ്പം നോക്കിയാലും ഇതിനകത്തൊരു കുഷ്യനുണ്ട്. മേളിലും താഴെയായിട്ട് 2 കുഷ്യനായിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ വാപ്പ എപ്പോഴും കാണും ഈ സിറ്റ് ഔട്ടിൽ. വാപ്പായും ഉമ്മായും ഞങ്ങൾ 9 മക്കളും കൊച്ചുമക്കളും എല്ലാവരും ചേർന്നൊരു സ്വർഗമായിരുന്നു ഈ വീട്. ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇതാണ് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബ വീട് കേട്ടോ. ഇതാണ് എൻ്റെ കുടുംബ വീട്. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ, എൻ്റെ മക്കൾ ജനിച്ചതൊക്കെ ഇവിടെ. എന്താ, ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിപ്പോൾ മുറിച്ച്. എൻ്റെ ഉമ്മായും വാപ്പായും കിടക്കുന്ന റൂമിൽ ആളുണ്ട്. അതാ വാപ്പിച്ചാടെ ആളുണ്ട്. അറിയാൻ വയ്യ, ആളുണ്ടല്ലേ? അതിലാളുണ്ട്. ഇതൊരു റൂമ്, അതൊരു റൂമ്. ഞാൻ പ്രസവിച്ച് കിടന്ന റൂമ്, ഷാലുപോളെ പ്രസവിച്ച് കിടന്ന റൂം.
പിന്നെ പിള്ളേര് സംഘം മൊത്തം ഇവിടെയാണ് ഇങ്ങനെ നിരയായിട്ട് ഇരുന്നിട്ട് ഞങ്ങള് ഇത് ഒരു റൂം, ഇതൊരു റൂം, അതൊരു റൂം. എൻ്റെ ഉമ്മയുടെ കുറേ ദിവസം കൊണ്ടേ ഉമ്മ പറയുന്നു ഇങ്ങോട്ടൊന്ന് വരണം 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 വരണം. ഞാൻ പറഞ്ഞു ഉമ്മ കൊണ്ടുപോകാമ്മ, ഉമ്മയെ കൊണ്ടുപോകാം, ഒരു ദിവസം ആവട്ടെ. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടണ്ടേ. പിന്നെതാ ഭയങ്കര പിടുത്തമായി ഇല്ലയോ, ഭയങ്കര പിടുത്തം ഇത് തുറക്കാൻ. ഇതേ വെള്ളം ഒഴുകുന്നല്ലോ ഈ പൈപ്പിൻ്റെ അകത്തുനിന്ന്. ഞങ്ങളുടെ വർക്ക് ഏരിയയാണ്, അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒരു ബാത്റൂമാണ്. ഇപ്പുറത്തും ചെറിയൊരു അടുക്കള ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഗ്രില്ലും ഒക്കെ ഇട്ട് വാടകയ്ക്ക് താമസിക്കുക. അത് അടുക്കള. അവിടെ നിന്നും നമുക്ക് വാതിലുണ്ട്, ഇവിടെ നിന്നുമുണ്ട്. അങ്ങനെയാണ് അതിനകത്തോട്ട് കയറുന്നത്. അതിനകത്തോട്ട് പോയിട്ട് ഞങ്ങളുടെ അടുക്കള. ഇതാണ് ഞങ്ങളുടെ അടുക്കള, ഞങ്ങളുടെ സാമ്രാജ്യമായിരുന്നു. എൻ്റെ ഇക്ക സഹിതം ഞങ്ങളെല്ലാവരും കൂടി വട്ടമിട്ടിരുന്നു. ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് മുഖം കാണാം, അതുപോലെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ റൗണ്ടിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഡൈനിങ് ടേബിളിലൊന്നുമല്ല, എല്ലാവരും കൂടി ഈ അടുക്കളയ്ക്കകത്താണ് ഒത്തുകൂടുന്നത്. 35 അതായത് 36 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ടൈലൊന്നും തറയിൽ ഒന്നും ഇടുന്നൊരു കാലമല്ല. ആ കാലത്ത് എൻ്റെ ഇക്കയുടെ ആഗ്രഹത്തിന്, എൻ്റെ ഇക്കയുടെ ഇതാണ് ഇതെല്ലാം. ഇക്കയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഉമ്മ കുറേ ദിവസം കൊണ്ട് ഉമ്മായിക്ക് ഇങ്ങോട്ട് വരണം വരണം. ഉമ്മാക്ക് മനസ്സിന് ഒരു വല്ലാത്ത വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഉമ്മ ഇന്ന് ഇന്ന് ഹർത്താൽ ദിവസവും റോഡ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. ഉമ്മ എന്നും ഒരു വിഷമം, ഉമ്മക്ക് ഇവിടെ വരണം വരണം വരണം. ഞാനും ഉമ്മയും മാമി വന്നു, ഉമ്മയുടെ ആങ്ങളയുടെ വൈഫാണേ, അവരുമായിട്ട് ഇവിടെ വരെ വന്ന. സത്യത്തിൽ ഇവിടെ വന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മായും വാപ്പായും ഞങ്ങളെല്ലാവരും ഇവിടാണ്. നമ്മൾ മാറിയെന്നോ എടുത്തെന്നോ ഒന്നുമല്ല, അല്ലാത്തൊരു ഫീലിങ്സ്. സത്യം പറഞ്ഞാൽ എന്ത് വലിയ അള്ളാഹുവേ. എല്ലാവരും കൂടെ എല്ലാ ദിവസവും രാത്രി 12:30 1 മണിയാവും എല്ലാവരും ഇവിടുന്ന് പിരിയുമ്പോൾ. വാപ്പാടെ റൂമാണ് അത്, വാപ്പാടെ ഉമ്മാടെയും റൂമാണ് ആ കാണുന്നത്. അതിലാണ് ഞങ്ങളുടെ സാമ്രാജ്യം. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനവും പറഞ്ഞു. ഞങ്ങൾ പറയും ആ റൂമിന് പിന്നെ ജനലിനും കതകിനും ഒക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇരുന്ന് ചർച്ചകൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും ചിരിയും കളിയും ബഹളങ്ങളും പിണക്കങ്ങളും എല്ലാം ഇതിനകത്താ, ആ റൂമിന്റെ അകത്താ. ഇല്ലമ്മ, ആ റൂമിലാ നമ്മുടെ സാമ്രാജ്യം. ഉമ്മായും പാപ്പായും അതിലായതുകൊണ്ട് വരുന്നവര് അതിലോട്ടാ. അമ്മ നമ്മളിപ്പോ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാം പഴയ കാലത്ത് ആ ഇതാ മൊസൈക്ക് ചെയ്തിരിക്കുന്ന. ചിപ്സൊക്കെ നടന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായതാണ്. മണ്ണ് പൊടിഞ്ഞു, അത് നമ്മൾ ചവിട്ടിക്കയറുന്ന മണ്ണേ വരത്തുള്ളൂ, അല്ല ഇതിന്ന് പൊടിയത്തില്ല അല്ലേ. അവിടെ നല്ലൊരു കർട്ടൻ ഇടാതെ തുണി വലിച്ചു കിട്ടിയിരിക്കുക അല്ലേ അവിടെ. അങ്ങനെ സത്യത്തിൽ വേണ്ട ഉമ്മാക്ക് ജീവൻ വീണ് കേട്ടോ. ഇവിടെ വന്ന് കേറി കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്റെ അടുക്ക ഉമ്മാടാ മക്കൾ. ഉമ്മക്ക് സത്യം പറയാൻ സന്തോഷം തോന്നുന്നില്ല? ഇവിടെ മനസ്സിൽ നല്ലൊരു ഇത് തോന്നുന്നില്ലേ? അല്ലാഹുവേ, അല്ലിക്ക കൊണ്ടുവന്നത് അതുകൊണ്ടായിരിക്കുന്ന സാധനമൊക്കെ റബ്ബേ അല്ലിക്ക കൊണ്ടുവന്ന സാധനങ്ങളാ. അമ്മകളിലിരിക്കുന്ന കാവ ഒഴിക്കുന്ന സാധനം. ഉമ്മക്കുട്ടി എന്തായാലും ഇവിടെ വരാൻ പറ്റിയില്ലേ? ഇതാണ് വാപ്പിച്ചായും ഉമ്മച്ചായും കിടന്ന റൂമാണ്. പെട്ടികളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് പിടിച്ച് മാറ്റിയില്ലേ, കാർഗോ പെട്ടികള്. പണ്ടത്തെ വേറെ ഞങ്ങൾ നെല്ലിടുമായിരുന്നു ഇതിൻ്റെ അകത്ത്. ഞങ്ങൾക്ക് കൃഷിയുണ്ടല്ലോ നെല്ല്, ആ മുറിക്കകത്ത് വെച്ചിട്ട് ഇത് ഫുള്ളും നെല്ല്, പച്ചനെല്ല് കൊണ്ടുവന്ന് ഇത് നിറയ്ക്കും ഞങ്ങള്. വേണ്ട വേണ്ട
ആങ്ങളമാര് 6 പേരും. ഇളയവന്റെ ഏറ്റവും ഇളയ നമ്മുടെ ഷിയാസാ ഇത് കേട്ടോ. ഷിയാസിന്റെ വിവാഹത്തിന് ഇക്ക മരിച്ചു പോയല്ലോ, പിന്നെ ഇക്കയുടെ ഫോട്ടോ ഇതിന്റെ അകത്ത് കയറ്റിയതാണേ. അവന്മാര് 6 പേര് നിൽക്കുന്നുണ്ട്. എന്റെ അരുമക്കിളി മോനേന്ന് വിളിക്കുന്നു. നോക്കിയിട്ട് എന്റെ അരുമക്കിളി മോനേന്ന്. അല്ലാഹുവേ, വാപ്പാടെ റൂമാ, വാപ്പാടെ കട്ടിലാ ഇത്. ആരാത് ബ്രീഫ് കേസുകള് വെട്ടി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വാപ്പിച്ചാട ബ്രീഫ് കേസുകളാ. ഞങ്ങളെല്ലാരും വാപ്പായും മയും ഇതിൻ്റെ അകത്ത് ഈ കട്ടിലല്ലേ. ഞങ്ങള് മക്കള് സംഭവം മുഴുവനും കുറെ പേര് തറയിലിരിക്കും, കുറെ പേര് കട്ടിലിരിക്കും. ചർച്ചകളും വഴക്കുകളും പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും മൊത്തത്തിൽ. പിന്നെ ഉമ്മട നിസ്കരിക്കുന്നപ്പോ കഷ്ടമല്ല. പക്ഷേ എന്ത് വെളിച്ച ഈ റൂമിനെന്നറിയോ. വാപ്പ ഉള്ളപ്പോ ഞങ്ങൾ ഈ ജനലെല്ലാം അതിലൊക്കെ രസവുമേ. വാപ്പ മരിച്ചു കഴിഞ്ഞുണ്ടല്ലോ 2 പിന്നെ മൈന മാടത്ത 2 എണ്ണം വന്ന് ഈ ജനല് ഞങ്ങൾ തുറന്നിട്ടേക്കുവാ. എന്റെ തമ്പുരാനെ, ഇല്ലേ ഓർമ്മയുണ്ടോ? 2 മൈന വന്നിട്ട് എത്രയോ ദിവസം ദിക്റുകൾ തീരുന്നത് വരെ. ഇതെല്ലാം കാർഗോ വിടുന്നതാടി മോനെ. ഇതിലെത്ര പെട്ടികളുണ്ടായിരുന്നു, പുറത്തിട്ടിട്ട് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയി. കാർഗോ പെട്ടിയാ, കാർഗോ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അത് മുഴുവനും നെല്ലിട്ട് വെക്കും ഞങ്ങൾ. 3 or 4 എണ്ണം പുറത്തെടുത്തിട്ടിട്ട് ദ്രവിച്ച് നാശമായി പോയി. ഇക്ക മരിക്കുന്ന സമയത്തും ഒരു പെട്ടി സാധനം വന്ന് അതിൻ്റെതാണ് കണ്ടതാ ഈ മേളിലിരിക്കുന്നത്. വലിയ പെട്ടിയാ കേട്ടോ. നമ്മളെ ഈ വീഡിയോയിൽ കാണുന്ന എന്തുമാത്രം സാധനങ്ങൾ വന്ന് മറിഞ്ഞ ഒരു വീടാണെന്നറിയാം. എന്തുമാത്രം സാധനങ്ങൾ. സങ്കടപ്പെടാതെ പടച്ചവനെ അനുഗ്രഹിച്ച് ഇനി വരാം. അമ്മ വിഷമിക്കണ്ട. അള്ളാഹ് അനുഗ്രഹിച്ച് ഇവിടെ തന്നെ വരാം. കേട്ടോ, വാടകക്കാരെ മാറ്റിയിട്ട് ഉമ്മച്ചായ്ക്ക് ഇവിടെ തന്നെ വരണമെന്നുള്ള ആഗ്രഹമാണ്. പടച്ചവൻ അത് സാധിച്ചു കൊടുക്കട്ടെ. വാപ്പാടെ മരുന്നുകളൊക്കെ വെക്കുന്നതായിരുന്നു ആ കുഞ്ഞലവ. അതിലെല്ലാം അതെല്ലാം നമ്മുടെ മേശകളും ഇതുമെല്ലാം. പക്ഷെ അവര് ഇച്ചിരി നേരം ഇരിക്കട്ടെ മോളെ. അമ്മ ഇച്ചിരി നേരം ഇരിക്കട്ടെ. അയ്യോ ഉമ്മയുടെ റൂമല്ലേടി, ഉമ്മയുടെ സാമ്രാജ്യം. രണ്ടുമ്മ ഇതാ ഏറ്റവും മൂത്ത റുക്കുവിന്റെ വാപ്പിച്ച. അതാ ഞങ്ങളുടെ ഏറ്റവും മൂത്തത്. രണ്ടാമത്തവൻ ഇവന്. ഇത് മൂന്നാമൻ. ഇത് 4-ാമൻ. ഇത് 5-ാമൻ. ഇത് 6-ാമൻ. 1, 2, 3, 4, 5, 6 കണ്ടാ. അതിലൊക്കെ രസം ഇവന്റെ കല്യാണത്തിന് ഈ തലപ്പാവ് ഈ ഡ്രസ്സും വാപ്പായ ഞങ്ങൾ ഇടിച്ച് തലേന്ന്. എൻ്റെ റബ്ബേ, ഇവിടെ ഇപ്പണ്ട ഫോട്ടോ. എൻ്റെ രാജാവേന്നാ ഞങ്ങൾ വിളിക്കുന്നത്. കറക്റ്റ് ഒരു രാജാവ് ഇരിക്കുന്നവരാ തലേക്കെട്ട് ഈ ഡ്രസ്സ് വിട്ടിരുന്നു. അപ്പൊ എല്ലാവരും പറയുമോ പുതിയാപ്പളയ്ക്ക് ഒരുങ്ങാനുള്ളത് അങ്ങനെ ഇടല്ലേ. ഞങ്ങൾ പറഞ്ഞ പിന്നെ അവൻ പറയും പിന്നെ വാപ്പ ഇട്ടിട്ട് മതി. അങ്ങനെ വാപ്പായെ കൊണ്ട് ആ ഡ്രസ്സ് വരെ ഇടിച്ച അവൻ തന്നെ വാപ്പ. 6 ആൺമക്കളും ഞങ്ങളിതാ 3 പെണ്ണുങ്ങളും. അപ്പൊ 9 പേര്. 3 മാസം അല്ലുമ്മ ഇവിടെ വന്നേം കൂടെ കണക്ക് കൂട്ടി അമ്മ പറയുന്നത്. ഇനിയിപ്പം വയ്യാങ്കി പോവാനൊക്കത്തില്ല. സുബി ഏപ്രിൽ 18 ഹജ്ജുകാർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോ ഉമ്മാക്ക് നല്ല സന്തോഷം. കഴിഞ്ഞാലും പോവാൻ പറ്റുമെന്ന് തോന്നുന്നു.
കേട്ടോ. ഇല്ല മമ്മി, അപ്പൊ ഏപ്രിൽ 18 അവിടെ ഉള്ളവരെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരണം. ഉംറ വിസയ്ക്കും അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലും പോയവരെല്ലാം ഹജ്ജ് കഴിഞ്ഞിട്ടേ ഇനി പോകാനൊക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവളുടെ പോക്കുകാരി എന്തുവാണെന്ന് അറിയത്തില്ല, പോവില്ലയോന്നൊന്നും അറിയത്തില്ല. മോളെ നീ നേരത്തെ വന്നിട്ടില്ലേ നമ്മള് പൊന്നുവിന്റെ കല്യാണത്തിനില്ലേ? അതിന് മുമ്പേ വന്നിട്ടുണ്ട്. ആ ശരിയാ. അല്ലാതെ അതിന് മുമ്പ് സുബി നമ്മുടെ അവിടെ മോള് ഇവിടെ വന്ന് ഇവിടെ എല്ലാം തൂത്ത് തുടച്ചതാ. ഉമ്മ ഇവിടെ എല്ലാം തൂത്ത് തുടച്ചതാ. പൊന്നിന്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള ഞങ്ങള് പട്ടുസാരിയൊക്കെ എടുത്ത് ഞങ്ങള് ഞങ്ങൾക്ക് എടുത്തതിന്റെ തന്നെ വേറൊരു കളറാണ് ഇവക്ക് എടുത്തത് ഉമ്മയ്ക്ക്. ഇല്ലടി ഉമ്മേ? അതെ, റുക്ക് പ്രസവിച്ച് കിടക്കുക. എനിക്ക് നേവി ബ്ലൂ എടുത്ത് ഇവക്ക് കറുപ്പ് കൊടുത്തു. ബോർഡർ വ്യത്യാസമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ സാരി എടുത്ത കല്യാണത്തിന് വന്നത്. ഞങ്ങളുടെ മോളെ കുഞ്ഞപ്പൻ അന്ന് കുഞ്ഞാ ഇവിടെ കയ്യിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗവാ, എന്റെ സ്വന്തമാ. എന്നോട് പറയൂ 1 ലക്ഷം രൂപ ഒരാള് തരാമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഇത്തായ വിട്ടു പോത്തില്ലെന്നാ പറയും. പള്ളിപ്പാട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളും അതും ഇതും എല്ലാം മുഴുവനും. അതിനകത്ത് പൊട്ടുന്ന പാത്രങ്ങളൊക്കെയാ താഴത്തതിൽ. ഇതില് സ്റ്റീൽ പാത്രങ്ങളും അതും ഇതും ഒക്കെയാ വാരിക്കെട്ടി മാറ്റി വെച്ചതാ. ഇതെന്റെ റൂമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ എന്റെ സുലുക്കുട്ടനും എന്റെ ശാലമ്മയും ഞാനും താമസിച്ചിരുന്ന റൂമാ. ഓ വരുക പടച്ചവനെ. അങ്ങനെ ഞങ്ങൾ ടാറ്റ പറഞ്ഞു പോവുകയാണ്. പാടയും മാടയും റൂം, പിന്നെ അടച്ചേക്കാണ്. അങ്ങറ്റത്തൊരു റൂം, ഇതൊരു റൂം, ഇവിടെ ഒരു റൂം, അടുക്കള, ചെറിയ അടുക്കള, വർക്ക് ഏരിയ എല്ലാം. മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ടും പോകാം. പറയമ്മ. ഞണ്ട് നോക്കിക്കോ, അമ്മയുടെ സാമ്രാജ്യത്തിലും തിരിച്ചെത്തി. സന്തോഷം കട്ടോടി. പാപ്പ ഇരുന്ന കസേര അവിടോട്ട് പോയിരുന്നേമ്മ. അതിൻ്റെ അകത്ത് കുഷ്യനില്ലാതെ പോയി. നല്ല 2 കുഷ്യനായിരുന്നു. അതാ മേളിലോട്ടും താഴോട്ടും 2 കുഷ്യനായിരുന്നേ. ഞാനേ ചിലപ്പോ ചില ദിവസം തേച്ച് അവിടെ നിന്നോണ്ട് നോക്കിയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവിടോട്ട് നോക്കുമ്പോ ശൂന്യത. ഞാൻ അവിടെ നിന്ന് കരയും. റബ്ബേ, രാത്രിയിലായാലും മഞ്ഞോട്ട് നോക്ക് വേണ്ട. ഇതോട്ട് നോക്കിക്കേ. സന്തോഷമായ ഇവിടെ വന്നപ്പോ ഒരു പുതുജീവൻ വീണ്. അല്ലല്ലല്ല ഉമേ, നിനക്ക് തോന്നുന്നോടി ഉമേ? ഭയങ്കര ഒരു എനർജി കിട്ടിയ പോലെ തോന്നുന്നില്ലേ അമ്മായിക്ക്? നിറച്ച് ബൊഗൈൻവില്ല പൂത്ത്. അതെ, വെയില് വേണമെങ്കിൽ അവിടോട്ട് പോയി നിന്നോ, ഞാനൊരു ഫോട്ടോ എടുക്കാം. ഒരു ദിവസം ഉമ്മ ഇവിടെ വന്ന് നമ്മളെല്ലാരും കൂടെ താമസിക്കുമ്മ. നമ്മളെല്ലാരും കൂടെ എല്ലാരും കൂടെ വന്ന് കൂടി. പിന്നെ അമ്മക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതില്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞേ, നമ്മൾ ഗൾഫിൽ പോയിട്ട് ഇതെന്തിനാ ഓടി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വരും. അതാണ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മാടാ ഒരു ഇവിടെ കിടന്ന് എൻ്റെ മോളൊക്കെ ഈ അരപ്ലേസ് ഭയങ്കര പൊക്കമല്ലേ ഇവിടുന്ന്. ഈ കാർ പോർച്ചും അരപ്ലേസുമായിട്ട് നല്ല 1/4 ആൾ പൊക്കത്തില്ല. എൻ്റെ ഈ ഇവിടെ വരും. എൻ്റെ ശാലു ഇവിടുന്ന് വീണിട്ട് ഒരു മിഠായി വാങ്ങി കിടപ്പുണ്ടായിരുന്നു. ആ മിഠായി പിള്ളേര് സംഘം അത്രയും സ്റ്റേറിൽ കയറിയിരിക്കും. വാപ്പ പറയും മക്കളേ ദേവോട് കയറിപ്പോന്നു, കയറി മേളിൽ പോവും. അങ്ങനെ താണ്ട എൻ്റെ ഇക്കാടെ വിയർപ്പാണ്, എൻ്റെ ഇക്കാടെ ചോരയാണ് ഇത്. ആ ഓരോ ഓടും ഉണ്ടല്ലോ എൻ്റെ ഇക്കായ ഓർമ്മ. എൻ്റെ ഇക്കായും അനിയനും കൂടെ ഇതെല്ലാം നിരത്തിയത്. അള്ളാഹുവേ, അവന് കൊതിതീരെ ഇതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റി ഇല്ല റബ്ബേ. വീടിൻ്റെ പൂർത്തിയായി വന്നു വിവാഹം കഴിച്ചു പോയി. അപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഈ പോർച്ചൊന്നും തേച്ച് തീർന്നിട്ടില്ലായിരുന്നു. ഈ പോർച്ച് എൻ്റെ അടുക്ക പോർച്ചെല്ലാം തേപ്പ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് ഫോട്ടോ എടുത്ത്. ഇവിടെ ഇങ്ങനെ ആർച്ചല്ലേ,
അന്ന് ഈ കടയില്ലല്ലോ, ഇപ്പോഴല്ലേ കട വെച്ചത്. ഇവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തില്ല, ഒരാളുടെ അനുവാദമില്ല നമ്മൾ എടുക്കരുത്. ഇവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആ ഇത്താടെ ഉമ്മയാണത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞേ മോളെ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചാൽ. ഞാൻ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് ഇറങ്ങിപ്പോയി നിന്നിട്ട് വീടിൻ്റെ നല്ല വലിപ്പത്തിലല്ലേ 10-12 സെൻറ്റ് സ്ഥലത്തിനകത്തല്ലേ ഈ വീട് നിൽക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്നില്ല. ഒരു വട്ടം കൂടെ വന്നായിരുന്നു. അപ്പോഴും പൂർത്തിയായിട്ടില്ലായിരുന്നു കേട്ടോ. ഈ പോർച്ച് കംപ്ലീറ്റ് തീർത്തിട്ട് മരിക്കുമ്പോൾ അവൾക്ക് 3 വയസ്സില്ല, 3 വയസ്സ് തികഞ്ഞിട്ടില്ല. വരുന്നു. ഓ ശിമാട്ടി അമ്മ അങ്ങ് പോവാനൊരുങ്ങുക. മാമി ഇതുകൊണ്ടല്ലോ അവിടെ മാമി ചെടി എടുക്കും. ഓ ഇത് മൊത്തവും ചെടികളായിരുന്നു കേട്ടോ. എന്തുമാത്രം ചെടികളും. എന്തിനാ അപ്പൊ ഞങ്ങള് പോവാ. മാമി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ മാമി. ഞങ്ങളുടെ ഷാഹിദ മാമി അമ്മച്ചാടെ ഏറ്റവും ഇളയ ആങ്ങളുടെ വൈഫാണ്. കടയുടെ ഷട്ടറാ അത്. അതെ, ഈ കട ഇവര് മാറുമ്പോ എല്ലാ സാധനങ്ങളും അതാണ്. എന്തു എന്നാ അന്നേരേ അത് വിൽക്ക്. അപ്പൊ ഞങ്ങള് പോവുകയാണ്. ചാറ്റ. കരിനൊച്ചി നമ്മുടെതാ. കരിനൊച്ചി, പനിനീർ ചാമ്പ, പിന്നെ ഏതാണ്ട ഗൗളിപാത്ര തെങ്ങ്. നീ എന്റെ ആവശ്യത്തിനടുത്ത് പോകാൻ. നിനക്ക് ബാംഗ്ലൂർ പോകുമ്പോ കൊണ്ടുപോയാൽ മതിയല്ലേ. അവക്കറിയാം ഞാനവിടെ പോയതല്ലേ. അത് പറഞ്ഞ പോലെ ഒരു ഗേറ്റ്, ആ ഗേറ്റ് ഇവിടെ ഇടാനാ. കരിനൊച്ചി മൊത്തം വെട്ടിക്കളഞ്ഞതാവുമേ ഒരു പ്രാവശ്യം. ഈ ഒരു 2-3-4 മാസത്തിന് മുമ്പ് ഫുള്ള് വെട്ടിക്കളഞ്ഞു. ഞാൻ വന്നു, ഇത് വെട്ടിക്കളഞ്ഞോ നിങ്ങള്? മൊത്തം കരിനൊച്ചിയാ. കണ്ട, നല്ല സൂപ്പർ കരിനൊച്ചി. വാ പോകാം. പതുക്കെ വേണ്ടത്. ഇന്ന് നേരെ ഇറങ്ങി കുടുംബ വീട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണേ. നമ്മുടെ വീടാണത്. ഉണ്ണിക്കാൻ നിൽക്കുന്ന കണ്ടോ മാങ്ങ. കണ്ട കണ്ണിമാങ്ങ തൂങ്ങി കിടക്കുന്നത് കണ്ടോ നിറയെ. ഇതാണ് നമ്മുടെ വീട്. ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷം. ഒരു നീ പോവാണോ? അപ്പം നമ്മുടെ കുടുംബ വീടും എല്ലാം കണ്ടല്ലോ. നമ്മുടെ വീഡിയോ ഇവിടെ തിരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.